ദൈവത്തിൻ്റെ സ്നേഹം അനേകരിലേക്ക് ഒഴുക്കിയിറക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് വൈദികരും സന്യസ്തരും. ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെച്ച് ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് അനേകരിലേക്ക് തമ്പുരാൻ്റെ സ്നേഹം കൊടുക്കുന്ന വൈദികരെയും സന്യസ്തരെയും നാം പരിചയപ്പെടുന്ന ഡിവൈൻ കോൾ. സ്വാഗതം ഡിവൈൻ കോളിലേക്ക്. ക്രൂശിതന്റെ പിന്നാലെ പിന്തിരിഞ്ഞു നോക്കാതെ യാത്രയാകുന്ന വൈദികർ, കാലഘട്ടത്തിനു വേണ്ട കൃപകൾ സ്വീകരിച്ച് ദൈവവിളിയുടെ മഹത്വം പ്രഘോഷിക്കുന്നവർ. ഇത് KCBCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഫറൻസ് ഓഫ് മേജർ സുപ്പീരിയേഴ്സ് KCMSന്റെ പ്രസിഡന്റും KCBC റിലീജിയസ് കമ്മീഷന്റെ സെക്രട്ടറിയും OSG സഭയുടെ ഇന്ത്യൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ ഫാദർ സെബാസ്റ്റ്യൻ യാക്കോബി OSJ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പുണ്യങ്ങൾ പ്രഘോഷിക്കാൻ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന OSJ സഭയുടെ വികാരി ജനറലായും കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായും സേവനം നിർവഹിച്ച യാക്കോബിയച്ചൻ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവവിളിയുടെ മഹത്വത്തെക്കുറിച്ചും നമ്മോട് പങ്കുവയ്ക്കുന്നു. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഡിവൈൻ കോളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമുക്ക് OSJ എന്ന ആ ഒരു വാക്കിൽ തന്നെ തുടരാം. ഒബ്ലേറ്റ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ്, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള സന്യാസ സഭ. ഇതൊരു ഫോറിൻ കമ്മ്യൂണിറ്റിയാണ്, ഫോറിൻ കോൺഗ്രേഷനാണ്. നമ്മുടെ നാട്ടിൽ അത്രയും കേട്ടുപരിചയമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. എന്താണ് OSJ സന്യാസ സമൂഹം എന്നൊന്ന് പറയാമോ വെച്ചാൽ? OSJ സന്യാസ സമൂഹം എന്ന് പറയുമ്പോൾ 1878 മാർച്ച് മാസം 14 ആക്വിയിലെ ബിഷപ്പായിരുന്ന ജോസഫ് മറെല്ലോ സ്ഥാപിച്ച ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പോൾ അദ്ദേഹം സഭ സ്ഥാപിക്കുമ്പോൾ മെത്രാനൊന്നും ആയിരുന്നില്ല. ആസ്തി രൂപതയിലെ, വടക്കേറ്റയിലെ ആസ്തി എന്ന രൂപതയിലെ ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ സഭ സ്ഥാപിക്കാനായിട്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിന് പ്രേരണ നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ, ബിഷപ്പിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ 1869 ഡിസംബർ മാസം 8 9-ാം പീയൂസ് മാർപ്പാപ്പ വത്തിക്കാനിൽ വിളിച്ചിട്ട് ഒന്നാം വത്തിക്കാൻ സുവനോദോസിൽ ഏകദേശം 737ഓളം പിതാക്കന്മാർ പങ്കെടുത്തത് അവരുടെ സെക്രട്ടറിമാരും അക്കമ്പനി ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ആ സുവനോദോസിൽ പങ്കെടുക്കാനായിട്ട്, മെത്രാനോടൊപ്പം പങ്കെടുക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പോൾ നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ 150-ാം ഒരു ഡോക്യുമെൻറ്റിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ ഡോക്യുമെൻ്റ് കേമാതുമോതും ദേവൂസ് എന്ന് പറയും. അപ്പോൾ അതിലാണ് തിരുസഭ, പരിശുദ്ധ പിതാവ് യൗസേപ്പിതാവിനെ തിരുസഭ പാലകനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളിലും ഇദ്ദേഹം ഫൗണ്ടറായ ജോസഫ് മറെല്ലോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തിരുസഭ അന്ന് പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൽ നിന്നും തിരുസഭയ്ക്ക് മോചനം ലഭിക്കാനായിട്ടാണ് തിരുസഭ പിതാക്കന്മാർ, പ്രത്യേകിച്ച് ഒന്നാം വത്തിക്കാൻ സുവനോദോസിൽ സംബന്ധിച്ച പിതാക്കന്മാർ പീയൂസ് 9-ാമൻ മാർപ്പാപ്പയോട് ആവശ്യപ്പെടുന്നത് യൗസേപ്പിതാവിൻ്റെ കരങ്ങളിലേക്ക് സഭയെ സമർപ്പിക്കാമെന്നത്. അപ്പം അതിനുള്ള റീസൺ പറയുന്നത് ബിബ്ലിക്കലായിട്ട് പറയുന്നത്, യേശുവിനെ ഹെറോദീസിൻ്റെ കരങ്ങളിൽ നിന്നും, അതായത് ദൈവപുത്രനായ യേശുവിനെ ഹെറോദീസിൻ്റെ കരങ്ങളിൽ നിന്നും സംരക്ഷിച്ചത് യൗസേപ്പിതാവാണ്. അപ്പം ഇന്ന് തിരുസഭ എന്ന് പറയുന്നത് യേശുവിൻ്റെ ഭൗതിക ശരീരമാണ്. അപ്പം ആ വിധത്തിൽ കുഞ്ഞായിരുന്ന യേശുവിനെ സംരക്ഷിച്ച യൗസേപ്പിതാവിനെ തിരുസഭയെ സംരക്ഷിക്കാനായിട്ട് ഈ ഒരു വലിയ പ്രചോദനമാണ് ജോസഫ് മറെല്ലോ യൗസേപ്പിതാവിനോടുള്ള ഭക്തി കൂടുതൽ വളർത്തിയെടുക്കാനും യൗസേപ്പിതാവിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തിൽ ഒരു സഭ സ്ഥാപിക്കാനും അദ്ദേഹം പ്രേരിതനായിത്തീരുന്നത്. അച്ഛാ, അങ്ങനെ വിശുദ്ധ ജോസഫ് മറെല്ലോയാൽ സ്ഥാപിതമായ സന്യാസ സഭ ഇത് ലോകത്തെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വ്യത്യസ്തമായ ശുശ്രൂഷ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛനൊന്ന് വ്യക്തിപരമായിട്ട് അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമോ? അച്ഛൻ്റെ ആയിരിക്കും ശുശ്രൂഷ മേഖലയും അച്ഛൻ്റെ വീടും കാര്യങ്ങളും ദൈവവിളിയെ പറ്റിയൊക്കെ. എൻ്റെ വീട് കൊടുങ്ങല്ലൂരിൽ നിന്ന്
8 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന മതിലകം എന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചത് 1959 ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ്. വീട്ടിൽ പപ്പയും മമ്മയും ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 4 ആൺമക്കളും ഒരു പെൺകുട്ടിയും. പെൺകുട്ടി എൻ്റെ നേരെ ഇളയതായിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പം ഇന്ന് 3 സഹോദരങ്ങളുണ്ട്, 2 ചേട്ടന്മാരും ഒരു അനുജനും. അവർ കുടുംബങ്ങളായിട്ട് അതിലകത്ത് തന്നെ താമസിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ദൈവവിളിയെപ്പറ്റി പറയുമ്പോൾ അതിന് കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ ജീവിതമാണ്. അമ്മയാണ് കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത്. അമ്മയുടെ ഭക്തജീവിതം എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം എല്ലാ ദിവസവും ഞങ്ങളെ ദിവ്യബലിക്ക് കൊണ്ടുപോകുമായിരുന്നു. അമ്മയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. കുർബാനയ്ക്ക് പോകുമ്പോൾ ഞങ്ങളെയും കുർബാനയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുർബാന കണ്ടുകൊണ്ടിരിക്കും. എനിക്കറിയാം അമ്മയുടെ അടുത്ത് തന്നെ ഞാൻ മുട്ടുകുത്തി നിൽക്കുന്നത്. കൊച്ചാണ്, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരവസരത്തിൽ വൈദികൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ട് ഇതെൻ്റെ ശരീരമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ എന്ന് പറയുന്ന ആ നിമിഷത്തിൽ എന്തോ ഒരു വലിയ ഒരു ആകർഷണം എന്നിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നിമിഷത്തിൽ പള്ളിയിൽ വെച്ചൊരു തീരുമാനമെടുക്കുകയാണ്. ഞാനും ഒരു ദിവസം ഇതുപോലെ കരങ്ങളിൽ അപ്പമെടുത്ത് ഇത് എൻ്റെ ശരീരമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു. ഒരു പ്രിപ്പറേഷൻ എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ അതങ്ങനെ ഒരു സംഭവം കടന്നുപോയി. അതിനെപ്പറ്റി പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഫസ്റ്റ് കമ്മ്യൂണിയൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒറ്റ കുർബാന പോലും ഞാൻ മുടക്കുമായിരുന്നില്ല. അപ്പോൾ വികാരിയച്ഛനായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്ന ഒരവസരത്തിൽ രണ്ടാമത്തെ ഒരു സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വികാരിയച്ഛന് കുറേ മാനുഷികമായിട്ട് ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ കുർബാനയൊക്കെ ചെല്ലുമ്പോൾ ഡിസ്ട്രാക്ഷൻസൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇടവക ജനങ്ങൾക്ക് സംസാര വിഷയമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ കാറ്റഗിസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയും അമ്മയുടെ ഒരു കൂട്ടുകാരെത്തിയും കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് കട്ടൻ ചായയൊക്കെ തിളപ്പിച്ചവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഇവരുടെ സംസാര വിഷയം വികാരിയച്ഛൻ്റെ കുറ്റമാണ്. വികാരിയച്ഛൻ്റെ കുറ്റമാണ് അമ്മയുടെ ഈ കൂട്ടുകാരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അച്ഛന്മാരെ പറ്റി കുറ്റം പറയരുത്, സിസ്റ്റേഴ്സിനെ പറ്റി കുറ്റം പറയരുത്, അവർ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അപ്പം അത്രയ്ക്കും നല്ല ഒരു ഉപദേശമാണ് അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മ ഇതൊക്കെ കേട്ടിരിക്കുമ്പോൾ എനിക്ക് അന്ന് കൊച്ചായിരുന്നു, കൊച്ചെന്ന് പറയാൻ പറ്റില്ല, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-ാം ക്ലാസ്സിലാണ് ഞാനന്ന്. എനിക്ക് ഭയങ്കരധികം വികാരം കൊണ്ട് ഞാൻ അങ്ങോട്ട് അടുക്കളയിൽ ചെന്നിട്ട് പറഞ്ഞ്, വല്യമ്മച്ചി എന്തിനാണ് ഇങ്ങനെ വികാരിയച്ഛനൊക്കെ പറ്റി കുറ്റം പറയുന്നത്? വല്യമ്മച്ചിക്ക് 5 ആൺമക്കളില്ലേ, അതിലൊരാൾ സെമിനാരിൽ വിട്ട് കുറ്റവും കുറവില്ലാത്തൊരു വൈദികനാക്കുക, അങ്ങനെയാണ് അമ്മച്ചി ചെയ്യേണ്ടതെന്ന് ഞാൻ അമ്മച്ചിക്ക് ഉപദേശം കൊടുത്ത്. അത് കഴിഞ്ഞത് പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ച് കുറേ ശകാരിച്ച്, നീ എന്തിനാണ് ഇടപെട്ടത്? കാരണവന്മാർ സംസാരിക്കുന്നിടത്ത് നീ എന്തിനാണ് ഇടപെട്ടത്? ഞാൻ അമ്മനോട് പറഞ്ഞ്, അമ്മ തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, അച്ഛന്മാരെ പറ്റി കുറ്റം പറയരുത്, സിസ്റ്റേഴ്സിനെ പറ്റി കുറ്റം പറയാം. പിന്നെ അമ്മ എന്തിനാണ് ഇത് കേട്ടിരുന്നത്? അവിടെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്ന്. പക്ഷെ സംഭവിച്ചത് ഏകദേശം ഒരാഴ്ച കാലത്തോളം ഞാൻ ഉറങ്ങാൻ കിടക്കും, ഞെട്ടിത്തെറിച്ചാണ്ട് എഴുന്നേൽക്കും. ഈ എഴുന്നേൽക്കണ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ, നീ ആ വല്യമ്മച്ചിയുടെ മക്കളെ സെമിനാറിലേക്ക് വിടാനായിട്ട് വല്യമ്മച്ചനോട് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് നിനക്ക് പോയിക്കൂടാ? ഈ ഒരു ചോദ്യം എക്സാക്റ്റ്ലി ഒരാഴ്ച എന്നെ ശല്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ SSLC എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പോൾ അന്ന് ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്ത്, ഒരു നല്ലൊരു സെക്കൻഡ് ക്ലാസ് കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യം. ഞാൻ 75-ൽ SSLC എഴുതിയ ആളാണ്. നല്ല സെക്കൻഡ് ക്ലാസ്സോടുകൂടിയെങ്കിലും പാസ്സാകുകയാണെങ്കിൽ അതൊരു അടയാളമായിട്ട് ഞാൻ എടുക്കും. അങ്ങനെ ഞാൻ സെമിനാരിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ 75-ൽ ആണ് ഞാൻ ഇവിടെ ഈ സ്ഥാപനത്തിൽ തന്നെ അന്ന് ഇവിടെ ക്യാമ്പിന് വരുന്നത്. ക്യാമ്പിന് വന്ന് ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു തീരുമാനമെടുത്ത് ഈ OSG സന്യാസ സഭയിൽ അംഗമായിട്ട് തീരാനായിട്ട്.
പക്ഷേ അപ്പോഴും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ രൂപതകളൊക്കെ ശക്തമാണ്, രൂപതാ വൈദികരാകാനായിരിക്കും പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റിയിൽ എത്തിച്ചേർന്നത്? അതെ, അത് അധികം അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഇവിടെ അച്ഛന്മാരെ എനിക്കറിയാമായിരുന്നു. ഈ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ച OST ഫാദേഴ്സിനെ അറിയാമായിരുന്നു. കാരണം പലപ്പോഴും അവർ മതിലകത്ത് കുർബാനകൾക്ക് വരുമായിരുന്നു. അപ്പം ഞാൻ ഓൾട്ടർ ബോയ് ആയിരുന്നു. അവരുമായിട്ട് അങ്ങനെ ഒരു പരിചയമുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ക്യാമ്പിന് വന്നപ്പോൾ അച്ഛന്മാരുടെ പ്രവർത്തന രംഗങ്ങളെപ്പറ്റി അവർ വിവരിച്ചപ്പോൾ പ്രത്യേകിച്ച് യുവജന വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാണ് OST സഭ. ഇവിടെ നമുക്കൊരു ഓർഫനേജ് ഉണ്ടായിരുന്നു. പാവപ്പെട്ട കുട്ടികളെ സ്വീകരിച്ച് അവരെ പഠിപ്പിച്ച് അവരെ ഉന്നതിയിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇവരേർപ്പെട്ടിരുന്നു. ഇവിടെ തന്നെ നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു വീവിങ് സെൻ്റർ ആയിരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാനായിട്ട് നെയ്ത്തുശാല ഉണ്ടായിരുന്നു. അവിടെ നെയ്യുന്ന സാധനങ്ങളൊക്കെ മാർക്കറ്റിങ്ങിന് കൊടുക്കുമായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂർ പായ നെയ്ത്ത് സെൻ്ററായിരുന്നു, ഈ തഴപ്പായ. അപ്പോൾ ആ വിധത്തിലും കുറേ പേർക്കൊക്കെ ജോലി കൊടുത്തിരുന്നു. കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ പ്രത്യേകിച്ച് ഈ അമ്മച്ചിമാർക്കൊക്കെ ജോലി കൊടുക്കുന്നതിൽ ഈ അച്ഛന്മാർ വളരെയും ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം ഈ ഔസേപ്പിതാവിനോടുള്ള പ്രത്യേക ഭക്തി. അപ്പോൾ എനിക്ക് ഔസേപ്പിതാവിനോട് കുഞ്ഞുനാളിൽ ഭയങ്കര ഭക്തിയായിരുന്നു. കാരണം ഞാൻ ജനിച്ചു വളർന്ന ഔസേപ്പിതാവിൻ്റെ ഇടവകയിലാണ്, സെയിൻറ്റ് ജോസഫ് ലാറ്റിൻ ചർച്ച് മതിലകം. എൻ്റെ പപ്പ ജോസഫാണ്, എൻ്റെ മുതിർന്ന ചേട്ടൻ ജോസഫാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ജോസഫാണ്. അപ്പോൾ ആ വിധത്തിൽ ഔസേപ്പിതാവിനോട് വലിയൊരു ഭക്തി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലായിരിക്കുമ്പോൾ അമ്മിച്ചി എല്ലാ ബുധനാഴ്ചയും ഔസേപ്പിതാവിനോടുള്ള പ്രത്യേക നൊവേനയും പ്രാർത്ഥനയൊക്കെ എത്തിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാ കാരണങ്ങൾ കൊണ്ടും അങ്ങനെ ഈ സന്യാസ സഭയിലേക്ക് പ്രവേശിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഈ OST സന്യാസ സമൂഹത്തിൽ അംഗമാകുമ്പോൾ തീർച്ചയായിട്ടും ഈ സന്യാസ സമൂഹത്തെ പറ്റി പറയുമ്പം അതിൻ്റെ സ്ഥാപകനെ പറ്റി പറയണം, ജോസഫ് മറേലോയെ പറ്റി. സഭയ്ക്ക് വിശുദ്ധ ജോസഫ് മറേലോ ആരായിരുന്നു? കാരണം കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത്ര ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരാളല്ല വിശുദ്ധ ജോസഫ് മറേലോ. അച്ഛനൊന്ന് പരിചയപ്പെടുത്താം വിശുദ്ധനെ. ഓക്കെ, വിശുദ്ധ ജോസഫ് മറേലോ ടൂറിനിലാണ് ജീവിച്ചിരുന്നത്. വടക്കേ ഇറ്റലിയിൽ പീഡ്മോണ്ട് എന്ന് പറയുന്ന സ്ഥലം, ഫ്രാൻസിന് അടുത്തായിട്ടുള്ള വടക്കേ ഇറ്റലിയിലാണ് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് 1844 ഡിസംബർ 26 കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മിച്ചി മരിച്ച്. അദ്ദേഹത്തിന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മിച്ചി മരിച്ച്. പിന്നെ ആൻറ്റിയാണ് ഇദ്ദേഹത്തിനെ വളർത്തിയെടുക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഓൾട്ടർ ബോയ് ആയിരുന്നു. സെമിനാരിയിൽ പ്രവേശിച്ചു. സെമിനാരിൽ പ്രവേശിച്ച് 1868 സെപ്റ്റംബർ മാസം 26 വൈദിക പട്ടം സ്വീകരിക്കുകയാണ്. ആസ്തി എന്ന രൂപതയ്ക്ക് വേണ്ടിയാണ് വൈദിക പട്ടം സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ച ഉടനെ തന്നെ ഇദ്ദേഹത്തിന് ശരിക്കും അറിയാമായിരുന്ന അവിടുത്തെ മെത്രാൻ, ആസ്തിയിലെ മെത്രാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യണം. ആ സെക്രട്ടറി എന്ന നിലയിൽ ഈ പിതാവ് ഇടവക സന്ദർശനങ്ങൾക്ക് പോയിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇടവകളുടെ പശ്ചാത്തലങ്ങൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഈ മറേലോ പിതാവിന് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഫ്രഞ്ച് റവല്യൂഷന് ശേഷമുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ വിധത്തിൽ പല വിധത്തിലുള്ള നിരീശ്വരവാദങ്ങൾ വളരെ ശക്തമായിരുന്നു, യുക്തിവാദങ്ങൾ ശക്തമായിരുന്നു. അപ്പോൾ ആൻറ്റി കാത്തലിക് ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ കാലഘട്ടം ഉണ്ടായിരുന്നത് പല സന്യാസ ആശ്രമങ്ങളും അവരടച്ചു പൂട്ടി. അപ്പോൾ ആ വിധത്തിൽ സന്യാസ ജീവിതത്തിനും വലിയ ഒരു ഉയർച്ച ആ കാലഘട്ടത്തിൽ ഈ വടക്കൻ ഇറ്റലിയിൽ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, അവിടുത്തെ ഈ നിരീശ്വരവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ പല സന്യാസ സഭ വൈദികരും സ്ഥാപകരും നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് ഡോൺ ബോസ്കോ ടൂറിൽ വരുന്നുണ്ട്. പിന്നെ കൊത്തലെങ്കോ സഭയുടെ ഫൗണ്ടറായിരുന്ന ജോസഫ് ബെനഡിക്റ്റ് കൊത്തലെങ്കോ വരുന്നുണ്ട്. പിന്നെ ഈ സരേഷ്യൻ സഭയുടെ തന്നെ ഫീമെയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക, പിന്നെ ജോസഫ് കഫാസോ,
പിന്നെ മറ്റൊരു യൗസേപ്പ് പിതാവിൻ്റെ സഭ ആയിട്ടുള്ള മുരിയാൾദ്, ജോസഫ് മുരിയാൾദ്, ഇങ്ങനെ വലിയ കുറേ വിശുദ്ധരെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു നിരീശ്വരവാദത്തിന് എതിരായിട്ട് വന്ന ഒരു പ്രൊഫറ്റിക്കൽ ലൈഫാണെന്ന് നമുക്ക് പറയാനായിട്ട്, സഭയെ സംരക്ഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ അയച്ചിട്ടുള്ള പിതാക്കന്മാരായിരുന്നു ഇവർ. അപ്പോൾ ജോസഫ് മൊറേലോസ് സെക്രട്ടറി എന്ന നിലയിൽ ഇടവകയിലൊക്കെ പോയി സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, പല ഇടവകകളിലും വൈദികരുണ്ടായിരുന്നില്ല. വൈദികരുടെ കുറവ് വളരെയധികം ഉണ്ടായിരുന്നു. പിന്നെ യുവജനങ്ങൾക്ക് വേണ്ട മതബോധനം കൊടുക്കാനുള്ള കാറ്റക്കിസത്തിനുള്ള സംവിധാനങ്ങളും അതിനുള്ള ആൾക്കാരും കുറവായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ രൂപതയെ സഹായിക്കാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ മതബോധന രംഗം, അവരുടെ പരിശീലനം, അതുപോലെ തന്നെ ആത്മായരുടെ രൂപീകരണം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ എല്ലാം ഒരു പൂർത്തീകരണമായിട്ടാണ് OHSക്ക് അദ്ദേഹം ഈ അടിസ്ഥാനം ഇടുന്നത് 1878 മാർച്ച് 14. അങ്ങനെ ഈ സഭ സ്ഥാപിക്കപ്പെട്ട് ഇന്ന് ഏകദേശം 1.5 നൂറ്റാണ്ട് കാലത്തോളം ആയി നിൽക്കുമ്പോഴേക്കും അച്ഛാ, സഭയുടെ ക്യാരിസം എന്താണ്? OSJ സന്യാസ സമൂഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. എന്ത് ക്യാരിസമാണ് ഈ സഭ മുന്നോട്ട് വയ്ക്കുന്നത്? ഓക്കെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് യുവജന രൂപീകരണമാണ്, ഫോർമേഷൻ ഓഫ് യൂത്ത് ഫോർമേഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സാധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകളിലൂടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമുക്കെങ്ങനെ യുവജനങ്ങളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും, ഇടവകയിലൂടെ നമുക്കെങ്ങനെ യുവജനങ്ങളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യുവജന വിദ്യാഭ്യാസം, യുവജന രൂപീകരണം ക്യാരിസത്തിൻ്റെ ആദ്യൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. രണ്ടാമത് ഈ ഫൗണ്ടർ, ഞാൻ പറഞ്ഞ ഒരു രൂപതയുടെ പിതാവിൻ്റെ സെക്രട്ടറി, പിന്നീട് ചാൻസലർ, ഈ സെമിനാരിയുടെ വൈസ് റെക്ടർ, പിന്നെ മെത്രാനൊക്കെ ആയ അവസ്ഥയിൽ ഓരോ രൂപതയെയും അതിൻ്റെ ആവശ്യങ്ങളിൽ എങ്ങനെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലപ്പോൾ വികാരിയച്ഛന്മാരെ അവർ കുമ്പസാരത്തിനായിരിക്കും, പ്രീച്ചിങ്ങിനായിരിക്കും, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും സഹായിക്കും. ആ വിധത്തിലുള്ളൊരു കാര്യമുണ്ട്, അവൈലബിലിറ്റി സർവീസ് ഓഫ് ദ ലോക്കൽ ചർച്ച്. പിന്നെ രൂപതകളിൽ പള്ളികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത മെത്രാന്മാരുണ്ടെങ്കിൽ നമ്മൾ അവിടെ പള്ളികൾ ഏറ്റെടുക്കുന്നു, അവിടെ അജപാലന ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോടുന്നു. കൂടാതെ അൽമായരുടെ രൂപീകരണം, അതായത് ഔസപിതാവിൻ്റെ മാതൃകയിൽ കുടുംബങ്ങളെ നമുക്ക് എങ്ങനെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും, പിന്നെ മിഷൻ പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ സഭ ആവശ്യപ്പെടുന്ന എല്ലാ മേഖലകളിലും കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചാണ് ഈ ഒരു സന്യാസ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സഭയിലെ അംഗം കൂടിയാണ് അച്ഛൻ. അച്ഛൻ തന്നെയും പറഞ്ഞു, ചെറുപ്പകാലം തൊട്ട് മുതൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് ചെലുത്തിയ സ്വാധീനത്തെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവ് ചെലുത്തിയ സ്വാധീനം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഈ യേശുവുമായിട്ടുള്ള യൗസേപ്പ് പിതാവിൻ്റെ ബന്ധം. ഇപ്പം നമുക്കറിയാം മത്തായി സുവിശേഷകൻ എങ്ങനെയാണ് യൗസേപ്പ് പിതാവിൻ്റെ സ്വപ്നങ്ങൾ വിവരിക്കുന്നത്, മാലാഖ വരുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിത്വത്തെ പറ്റി നമ്മൾ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ താൻ ജന്മം നൽകാത്തൊരു ശിശുവിനെ തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് ആ ശിശുവിനെ എല്ലാവിധത്തിലും ഒരപ്പച്ചൻ്റെ ജോലി നിർവഹിച്ച് നിശബ്ദതയിൽ, ഏകാന്തതയിൽ, ആരും അറിയാതെ കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിത്വം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ സുവിശേഷ മൂല്യങ്ങൾ തന്നെ, ഈശോയുടെ പ്രബോധനങ്ങൾ തന്നെ നമ്മൾ പലതും എടുത്തു പഠിക്കുമ്പോൾ ഈ യൗസേപ്പ് പിതാവിൻ്റെ ഒരു സ്വാധീനം ഈശോയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, ഈശോയുടെ പ്രബോധനങ്ങളിലുണ്ടായിട്ടുണ്ട്. നിൻ്റെ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയാതിരിക്കട്ടെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ആരും അറിയാതെ മുറിയടിച്ച് കഥകടിച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും യേശു തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് ഈ പിതാവിൽ നിന്നാണ്. കാരണം നമുക്കറിയാം, അതുപോലെ മറ്റൊരു ഭാഗത്ത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളെ
ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം ഉപയോഗശൂന്യരായ ദാസന്മാരായിട്ട് നിങ്ങളെ തന്നെ കരുതുവീൻ. കാരണം നമ്മളോട് കൽപ്പിച്ചത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പൂർത്തിയായ കാര്യങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി തീരുക, അത് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിഗൂഢതയിൽ, നിശബ്ദതയിൽ, ഏകാന്തതയിൽ പരിപൂർണമായി ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ റോള് കഴിയുമ്പോൾ അവിടുന്ന് ഇറങ്ങി പോകും. ഉറപ്പായിട്ടും അച്ഛൻ പറയുമ്പോഴൊക്കെയും അച്ഛൻ ഈ നിശബ്ദത എന്ന വാക്ക് പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് വരാം. അതിനു മുമ്പ് സഭയിൽ ഇന്ന് വിശുദ്ധ യോസേഫ് പിതാവിനെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടാം വത്തിക്കാൻ സിനോദോസിന് അല്ലെങ്കിൽ ഒന്നാം വത്തിക്കാൻ സിനോദോസിന് ശേഷം ഒരുപാടധികം വിശുദ്ധ യോസേഫ് പിതാവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധ യോസേഫ് പിതാവിനാണ്. വിശുദ്ധ യോസേഫ് പിതാവിന് നമ്മുടെ സഭയിലും അൽബായർക്കിടയിലും ഒക്കെ പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണ് വെച്ചാൽ? ആ വലിയൊരു ആവശ്യകതയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സ്പിരിച്വാലിറ്റി യോസേഫ് പിതാവിൻ്റെ ജീവിതത്തിലെ ആധ്യാത്മികതയിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം. അപ്പോൾ അതായത് ഒരു ക്രൈസ്തവൻ എന്ന നില, അവൻ വൈദികനായിരിക്കാം, ഒരു കുടുംബനാഥനായിരിക്കാം, ആരെങ്കിലും ആവട്ടെ, നമുക്കിത് ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ക്രൈസ്തവൻ എന്നതിൽ സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കെല്ലാവർക്കും വലിയൊരു ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വം നമ്മൾ രക്ഷാകര ചരിത്രത്തോട് ചേർന്നുകൊണ്ട് നിർവഹിക്കേണ്ട വ്യക്തികളാണ്. നമുക്കെല്ലാവർക്കും ആ ഒരു രക്ഷാകര രഹസ്യത്തിലേക്കുള്ള വിളിയാണ് മാമോദീസായിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അപ്പച്ചനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ജോൺ പോൾ II തന്നെ എഴുതി 1989 ഓഗസ്റ്റ് മാസം 15 പുറപ്പെടുവിച്ച ഒരു അപ്പസ്തോല ലേഖനമാണ് റെദം തോറിസ് കുസ്തോസ്. റെദം തോറിസ് കുസ്തോസ് എന്ന് പറയുന്നത് രക്ഷകൻ്റെ രക്ഷിതാവ്, അതായത് രക്ഷകനെ രക്ഷിക്കാനായിട്ട് വന്ന പിതാവ്. അപ്പോൾ അതിൽ ആ ടൈറ്റിൽ തന്നെ സംരക്ഷകനാണ്. അപ്പച്ചൻ എന്നല്ല പറഞ്ഞത്, സംരക്ഷകൻ. അപ്പം നമുക്കിന്ന് കുടുംബജീവിതത്തിലേക്ക് പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്പച്ചന്മാർ സംരക്ഷകരായിരിക്കണം, മക്കളെ സംരക്ഷിക്കുന്ന വ്യക്തികൾ എല്ലാ വിധത്തിലും. അപ്പോൾ ഇതേ വിധത്തിലാണ് നമുക്ക് യോസേഫ് പിതാവിനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മംഗളവാർത്തയും അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള രഹസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും യോസേഫ് പിതാവിന് പിതാവായ ദൈവം ഏൽപ്പിച്ച ആ ഒരു പിതൃത്വം വളരെ ഭംഗിയായിട്ട് യോസേഫ് പിതാവ് നിർവഹിച്ചു. പിതാവിനടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും യേശുവിന് വേണ്ടി പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, തൊഴിൽ പഠിപ്പിച്ചു, ഒരു സമൂഹത്തിൻ്റെ അംഗമാക്കി തീർത്തു. അതുപോലെ തന്നെ നമ്മൾ ആ കണക്കെടുപ്പിൻ്റെ സമയത്ത് എന്തായിരിക്കും യേശുവിനെ പറ്റി എഴുതിയിട്ടുള്ളത്? ജീസസ് സൺ ഓഫ് ജോസഫ് ഫ്രം നാസറത്തിൽ നിന്നുള്ള യോസേപ്പിൻ്റെ പുത്രൻ യേശു. അപ്പോൾ സമൂഹത്തിൽ തന്നെ നമ്മളിന്ന് ആധാർ കാർഡ് അവതരിപ്പിക്കുന്ന മാതിരി ഒരു ടൈറ്റിൽ ഉണ്ടാക്കി കൊടുത്തത് യോസേഫ് പിതാവാണ്. അപ്പോൾ ആ വിധത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഞാൻ പറഞ്ഞത് കുടുംബനാഥനായിരിക്കാം, ചിലപ്പോൾ ഒരു സഭയിലെ വൈദികനായിരിക്കാം, ഒരു കന്യാസ്ത്രീയായിരിക്കാം, നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ ഗീതമനുസരിച്ച് പൂർണ്ണമായിട്ട് സമർപ്പണ മനോഭാവത്തോടുകൂടി, ഞാൻ വീണ്ടും പറയുന്നു, നിശബ്ദതയിൽ, ഏകാന്തതയിൽ, നിഗൂഢതയിൽ, ആരുടെയും കയ്യടി വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു പിതാവാണ്. ബൈബിളിൽ പറയുന്ന പോലെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ ലോകത്തിലുള്ള പ്രതിഫലങ്ങളൊക്കെയും ഇവിടെ തന്നെ മാഞ്ഞു പോകും, പക്ഷെ തമ്പുരാൻ നൽകുന്ന പ്രതിഫലമാണ് എറ്റേണൽ ആയിട്ടുള്ളത്. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അച്ഛാ, ഇനി അച്ഛൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും വൈദികനായിട്ട് ഏകദേശം 35 വർഷങ്ങളാവുകയാണ്. അച്ഛൻ കടന്നുപോയ വഴികളിൽ അച്ഛനായ ശുശ്രൂഷ മേഖലകളെ പറ്റിയൊക്കെ പറയാമോ വൈദികനായ ശേഷം? ഇപ്പോൾ വൈദികനാകുന്നത് 1986 ഒക്ടോബർ 5 റോമിൽ വെച്ചാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അപ്പം അന്ന് എനിക്കുണ്ടായിരുന്ന വലിയൊരു ആകുലത, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതായത് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു ആകുലത എനിക്കുണ്ടായിരുന്നു. അതേസമയം തന്നെ മേലധികാരികൾ എന്ത് ചോദിച്ചാലും അതിന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതെന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുള്ളൊരു ബൈബിൾ ഫൗണ്ടേഷനുണ്ട്. നമ്മൾ ദൈവവിളിയെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ, ദൈവം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കുക, കാരണം ദൈവമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത് മുന്നോട്ട് പോകാനായിട്ട്.
അപ്പോൾ ആ വിധത്തിൽ വൈദിക പട്ടണം കഴിഞ്ഞ ഉടനെ എന്നോട് മേലധികാരികൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ OSSFL ഇൻ്റർനാഷണൽ സ്റ്റഡി ഹൗസ് ഉണ്ട് അവിടെ റോമിൽ. അവിടെ തിയോളജി പഠിക്കുന്ന കുട്ടികളുടെ പ്രീഫെക്റ്റായിട്ട് സേവനമനുഷ്ഠിക്കാമെന്നാണ്. അങ്ങനെ 3 വർഷം ഞാൻ അവിടെ ഓർഡിനേഷൻ കഴിഞ്ഞ് അവരുടെ പ്രീഫെക്റ്റായിട്ട് രൂപീകരണത്തിൽ ഞാൻ സേവനം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 89 ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അവരെന്നെ ഇന്ത്യൻ മിഷൻ്റെ ഡെലഗേറ്റായിട്ട് തീരുമാനിച്ചു. അത് ഞാൻ 3 ടേൺ 9 വർഷം പൂർത്തിയാക്കി. 1998 വരെയും ഇന്ത്യൻ മിഷൻ്റെ ഡെലഗേറ്റായിരുന്നു. പിന്നെ 2 വർഷം മിഷൻ്റെ പ്രൊക്കുറേറ്റർ ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സേവനം ചെയ്തു. ഈ വർഷങ്ങൾക്ക് ഇടയിൽ 2 പ്രാവശ്യം ഇവിടെ കൊടുങ്ങല്ലൂർ സെയിൻറ്റ് തോമസ് ചർച്ചിൻ്റെ വികാരിയായിരുന്നു. പല പ്രാവശ്യം റെക്ടറും ഫോർമേറ്ററൊക്കെ ആയിട്ട് ഇതിനിടക്ക് പല കാര്യങ്ങളും ചെയ്ത് കടന്നുപോയി. പിന്നെ 2000 ജനറൽ ചാപ്റ്റർ എന്നെ കോൺഗ്രിഗേഷൻ്റെ വികാർ ജനറലായിട്ട് തിരഞ്ഞെടുത്തു. അത് ഞാൻ 2 ടേൺ അവരെന്നെ തിരഞ്ഞെടുത്തു. 2012 വരെയും വികാർ ജനറലായിട്ട് റോമിൽ സേവനം അനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ 2012 തിരിച്ചു വന്നു. 3 വർഷം ഈ ഭവനത്തിൻ്റെ റെക്ടറായിട്ട് സേവനം ചെയ്തു. 2016 കോട്ടപ്പുറം രൂപതയുടെ വികാർ ജനറലായിട്ട് പിതാവിൻ്റെ ആവശ്യമനുസരിച്ച് 3 വർഷത്തോളം 2018 വരെയും സേവനം കൊടുത്തു. 2018 കോൺഗ്രിഗേഷൻ എന്നെ ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റ് ചില സൈഡ് ബിസിനസ്സുകൾ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1 വർഷം എക്സാക്റ്റ്ലി കഴിഞ്ഞ വർഷം നവംബർ 18 KCMSൻ്റെ അതായത് കേരള കോൺഫറൻസ് മേജർ സുപ്പീരിയേഴ്സിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സ്ഥാനം ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ KCBCയുടെ റിലീജിയസ് കമ്മീഷൻ്റെ സെക്രട്ടറിയും. കൂടാതെ കോട്ടപ്പുറം രൂപതയുടെ എപ്പിസ്കോപ്പൽ വികാർ ഫോർ റിലീജിയസ് ആണ് രൂപതയുടെ റിലീജിയസിൻ്റെ ചാർജ്. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ അച്ഛൻ വളരെ മനോഹരമായിട്ട്, അതായത് നമ്മൾ ബൈബിളിൽ കാണുന്നൊരു മനോഹരമായ കഥയായിട്ട് 5 നാണയം ഏൽപ്പിച്ചവനോട് അവസാനം വന്നിട്ട് ചോദിക്കുമ്പം 5 കൂടെ നേടിയെന്ന് പറയുമ്പം അങ്ങനെ അവരെ കൂടുതൽ വലിയ ഉത്തരവാദിത്തങ്ങൾ, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നവരെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കുന്നുണ്ട്. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് അറിയാനുണ്ട് വളരെ വിശദമായിട്ട്. പ്രത്യേകിച്ച് അച്ഛൻ്റെ രൂപതയുമായിട്ട് ബന്ധപ്പെട്ടും അച്ഛൻ്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയും അതുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരേക്കും അച്ഛാ ഒത്തിരി സ്നേഹത്തോടെ നന്ദി. താങ്ക് യു. ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ ദൈവിക സ്വരം ശ്രവിച്ച് അവ ദൈവജനത്തിനായി നിർവഹിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദൈവവിളികൾ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കാതെ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്നവർ, സങ്കീർണമായ വിവിധ സഭാ ശുശ്രൂഷകൾ ദൈവസ്വരം ശ്രവിച്ച് നിർവഹിക്കുന്നവർ, അതെ, ഇവരാണ് വിളവിൻ്റെ നാഥൻ വിളിച്ചു ചേർത്ത തളരാത്ത വേലക്കാർ. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും.